വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നാട്ടുകാരെ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിയുടെ പിറവിൽ കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന ഈ ശുഭവേളയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ സ്വർഗ്ഗത്തിന് എവിടെയാണുള്ളത്? അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞില്ലേ, നിങ്ങൾ ഇരുന്നത് സ്വർഗ്ഗത്തിലാണ്, നിങ്ങൾ ഇരുന്നത് സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ സ്വഹാബത്ത് അത്ഭുതത്തോടെ പ്രവാചകരെ മുഖത്തൊന്ന് നോക്കിയപ്പോൾ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇൽമിന്റെയും മധുപരമായി പഠിക്കുന്ന സദസ് സ്വർഗത്തിന്റെ പൂന്തോട്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇൽമിന്റെ സദസ് മഹത്വമുണ്ടെങ്കിൽ നാം ഇന്ന് അറിയുന്ന സദസ് പറയുമ്പോൾ മടിയോടെ കാണുന്നത് ഖേദകരമാണ്. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ ഫഇന്ന തലബൽ ഇൽമി ഫരീദതു അലാ കുല്ലി മുസ്ലിമി വമുസ്ലിമാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കൽ ഒരു മുസ്ലിമിനും ഒരു സ്ത്രീയും പുരുഷന്മാരുടെ കടമയാണ്. ഇൽമു പഠിക്കുന്നവർക്ക് മലക്കുകളെ ചിറക് താത്തി കൊടുക്കുകയും എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കുകയും ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരാൾ ഒരു മണിക്കൂർ ഇൽമു പഠിക്കുന്നത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. ഒരു ദിവസം ഇൽമു പഠിക്കുന്നത് 3 മാസം തുടരെയായി നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. നോക്ക് സുഹൃത്തുക്കളെ, എത്രമാത്രം ഇൽമിന്റെ മഹത്വം പറഞ്ഞ് അറിയിക്കാൻ സാധ്യമില്ല. ഇൽമു പഠിച്ചവനും ഇൽമു പഠിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കൂ. പണ്ഡിതൻ ഇൽമുള്ളവന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഇൽമില്ലാത്തവന് 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇൽമു പഠിച്ചവനും ഇൽമു പഠിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കൂ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഇൽമു പഠിക്കുന്നവരും മറ്റൊന്നും വെറും ഇബാദത്ത് ചെയ്തവനോടും സിറാത്ത് പാല കടക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കും. അപ്പോൾ വെറും ഇബാദത്ത് ചെയ്ത ആബിദായ മനുഷ്യനോട് അല്ലാഹു പറയും, നീ സ്വർഗത്തിലേക്ക് പോയി, നീ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിന്റെ സുഖാസ്വാദങ്ങൾ ആസ്വദിച്ചോ. ഇൽമു പഠിച്ചവനോട് പറയും, നീ നിന്റെ ഇഷ്ടക്കാരൻ ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഞങ്ങളെ മക്കളെ ഇൽമു പഠിപ്പിച്ചു, ഞങ്ങളെ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു അവരെ മുത്താലിമാക്കാൻ വേണ്ടി എന്റെ രക്ഷിതാക്കളോട് എല്ലാരോടും നല്ല മനസ്സുകൊണ്ട് നല്ല നിലക്ക് ഞങ്ങളെ മക്കളെ വളർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.